लेकर टुंडला के रास्ते टुंडला को जाने वाली प्लेटफॉर्म क्रमांक 6 पर खड़ी है। धन्यवाद। കുട്ടി ഹായ് കാപ്പി ഇടിക്കുക ചൂട് കാപ്പി അമ്മ ഉണ്ടാക്കി തന്നു പാല് കാപ്പി നമ്മൾ ആഗ്രയിലെത്തി കുളിച്ച് ഫ്രഷായി ഇപ്പോഴാണ് ഒരു പൊതുജീവൻ വന്നത് 2 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഉച്ചയായി ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു കാര്യത്തിൽ ചെല്ലണം അതിൽ നമ്മൾ നേരെ താജ്മഹൽ റെഡ് ഫോർട്ടൊക്കെയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം വൈകുന്നേരം ഇവിടെ തന്നെ സ്റ്റേ ആണ് അപ്പം സമാധാനമായത് ഇപ്പോഴാണ് റൂമിലെത്തുന്നത് ഇരുന്നപ്പോൾ ഇത്ര നേരം ലഗേജ് ഭരിച്ച് ഭയങ്കര ടയേർഡായി അമ്മയാണെങ്കിലും എല്ലാവരും ടയേർഡായി അപ്പം ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാനെന്താണ്. അപ്പോൾ നമ്മൾ ആഗ്ര ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഹോട്ടലിൻ്റെ തന്നെ പബ്ബാണ്. അവിടെയാണ് നമുക്ക് രാവിലത്തെയും ഉച്ചത്തെയും ഫുഡൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇനി ഫുഡൊക്കെ എന്താണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടിയത് കുറച്ച് സാലഡും ആഗ്രാപേട്ടയും അച്ചാറും പിന്നെ ഈ പൊരിപ്പ് പോലത്തെ സാധനം ഇതാണ് കേട്ടോ അവിടുത്തെ റൈസ്. പിന്നെ ദാൽ കറിയാണിത്. പിന്നെ ഈ ദാൽ കറീൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ റൊട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കറി പനീർ കറി. പിന്നെ ഇതൊരു കോളിഫ്ലവറിൻ്റെ കറിയാണ്. ഇത് ലാസ്റ്റത്തെ റൊട്ടി. അതൊക്കെയാണ് നമുക്ക് അന്ന് രാവിലെ കഴിക്കാൻ കിട്ടിയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് നമ്മൾ നേരെ പോയത് ആഗ്ര ഫോർട്ട് കാണാനാണ് കേട്ടോ. മെയിൻ കോംപ്ലക്സിന് മുന്നിലുള്ള ജഹാംഗീറിൻ്റെ ബാത്ത് ടബാണ് കേട്ടോ. അയാൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയൊരു ബാത്ത് ടബാണ്. ഇതവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സ്ഥലമാണ്. ഇതാണ് കേട്ടോ സ്റ്റേജ്. ഈ ചുറ്റും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് അവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ കുറേ ബാൽക്കണീസ് ഉണ്ട്. ഇത് ഒന്നാമത്തെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ബാൽക്കണിയാണ്. ഇതിന് തന്നെ കുറേ എൻട്രൻസ് ഉണ്ട്. ആ സൈഡും ഈ സൈഡും ഒക്കെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. രണ്ടാമത്തെ എൻട്രൻസാണ് ഇത്. അപ്പോൾ അങ്ങനെ 2 എൻട്രൻസിൽ കൂടെയാണ് മെയിൻലി കാണാൻ ചെല്ലുന്ന ആൾക്കാർക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് നോക്കി താജ്മഹലൊക്കെ കാണുന്നുണ്ടായിരുന്നു.
ഈ വൈറ്റ് കളർ മിസ്റ്റ് കാണുന്നതൊക്കെ പൊല്യൂഷനാ. അപ്പോൾ നമുക്ക് ആഗ്ര ഫോർട്ടിൽ നോക്കി കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ഈ ഫോഗ് പോലെ കാണുന്നതൊന്നും തണുപ്പിൻ്റെ അല്ല കേട്ടോ, അതൊക്കെ പൊല്യൂഷൻ്റെ ആണ്. തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അന്നത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രെയർ റൂമാണ് കേട്ടോ. എന്താണോ അപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ട് കണ്ട് ഒരു 3 മണിയായപ്പോഴത്തേക്കും ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ താജ്മഹലാണ്. താജ്മഹൽ സൺസെറ്റ് വരെയാണ് ഓപ്പണിംഗ് ഉള്ളൂ എന്ന് അറിഞ്ഞായിരുന്നു കൊണ്ട് നമ്മളവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ താജ്മഹലിലേക്ക്. പക്ഷെ എന്നാലും ബ്ലോക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ലേറ്റ് ആവാൻ നിന്നില്ല, നമ്മൾ വേഗം പോകുന്നു. അപ്പോൾ ഇനി താജ്മഹൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ എത്തിച്ചത് താജ്മഹൽ മെട്രോ സ്റ്റേഷനിലാട്ടോ. ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ സർവീസാണ്. അപ്പോൾ നമുക്ക് ബഗ്ഗിയിലും താജ്മഹലിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ പോണത് വെസ്റ്റ് ഗേറ്റ് കൂടെയാണ്. അതായത് താജ്മഹലിൻ്റെ മുന്നിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റുന്ന ഗേറ്റാണ് വെസ്റ്റ് ഗേറ്റ്. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. ഒരു 300-400 മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ താജ്മഹൽ എത്തും. താജ്മഹലിൻ്റെ മുന്നിൽ തന്നെ എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടു. അവരുടെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അത് കുരങ്ങൻ കുട്ടിക്ക് പാലും എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് മെയിൻ കോംപ്ലക്സ്, നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന കോംപ്ലക്സ്. അപ്പം ഈ കാണുന്ന ബിൽഡിങ്ങിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് എൻട്രി ചെയ്യുക. അപ്പോൾ നമ്മളത് കയറി. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. തട്ടി തടഞ്ഞാണ് അവിടേക്ക് എത്താൻ പറ്റിയത്, അത്രയും തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയിട്ടുള്ളത് വ്യാഴാഴ്ചയാണ്, പിറ്റേന്ന് വെള്ളിയാഴ്ച ആണല്ലോ. അന്ന് താജ്മഹൽ ഓപ്പൺ അല്ല, അത് കാരണം കൊണ്ടായിരിക്കണം ഇത്രയും തിരക്കുണ്ടായിരുന്നത്. അപ്പം ഇനി താജ്മഹലിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. खुद को इसमें झोंक दूं, क्या करूं क्या करूं क्या करूं, इस लम्हे में मैं कुछ भी जानू ना. അപ്പോൾ നമ്മൾ താജ്മഹൽ പുറത്തുനിന്ന് കണ്ട് ഇനി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട്, 200 ആണ് പെർ ഹെഡ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. 200 ആണ് കേട്ടോ പെർ ഹെഡ് പൈസ. അപ്പം അവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഷൂ കവറൊക്കെ ഇടണം. അപ്പം ഷൂ കവറൊക്കെ മേടിക്കണമെങ്കിൽ 10 രൂപയാണ് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയുള്ള ഷൂ കവർ മേടിക്കുന്ന സ്ഥലത്ത് കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഷൂ കവറൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. तो से नैना जब से मिले, तो से नैना जब से मिले, बन गए सिलसिले. तो से नैना जब से मिले, तो से नैना जब से मिले,
बन गए सिलसिले तो से नैना जब से मिले ओ सुध बुध खोई है कोई मैंने, हाँ जान गवाई मैंने, हाँ तुझको बसाया है धड़कन में सांवरे। ओ सुध बुध खोई है कोई मैंने, हाँ जान गवाई मैंने, हाँ तुझको बसाया है धड़कन में सांवरे तो से नैना जब से मिले तो से नैना जब से मिले बन गए सिलसिले। खोकर तुझको पाया इस तरह से मुझको जीना आया। खुद को खोकर तुझको पाया इस तरह से मुझको जीना आया। ये लगन में सब है गवा യമുനാരതി इस तरह से താജ്മഹലുണ്ട്. ഡ്രീം പ്ലേസ്. ഇഷ്ടപ്പെട്ടോ? ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ഇങ്ങനെ ഷൂ കവറൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. ഇവിടെ ഫുള്ള് മാർബിളുണ്ട്. മാർബിൾ ആയിരുന്നു കൊണ്ടാണ് കേട്ടോ ഇത്, വൈറ്റ് മാർബിൾ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മങ്ങിയിട്ടൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തെടുത്തെടുത്തത് മതിയാവണം. ഇപ്പോൾ സമയം 5:10 കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ ജനത്തിൻ്റെ തിരക്കാണ്. ഇത്രയും തിരക്കുണ്ട് ഇവിടെ. ഇതിലേക്ക് കയറാനും ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്, എൻ്റെ പള്ളീൻ്റെ എൻട്രൻസ്. രഞ്ജും ഇങ്ങോട്ട് നടന്നുണ്ട്. രഞ്ജുവിൻ്റെ ചെരുപ്പ് പൊട്ടിയെന്നാണ് പറയണത്. കംപ്ലീറ്റ്ലി പൊട്ടി ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വാങ്ങിക്കാം. താജ്മഹൽ കണ്ടതിൻ്റെ അഭിപ്രായം പറ. ഒന്നും പറയാനില്ല. നമ്മുടെ എന്താ പറയുക, ഒരു അത്ഭുതമാണെന്ന് തന്നെ വേണം പറയാം. നമ്മുടെ സ്വപ്നമാണല്ലോ ലോകാത്ഭുതങ്ങളിലൊന്നൊക്കെ. ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. ആക്ച്വലി അവിടുത്തെ കലാവിരുദ്ധകളാണ്. ഓരോ കൊത്തുകളൊക്കെ കാണണം. ആ ഹോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണത് അല്ലേ? ഈ പല കളറിൽ കാണുന്നതൊക്കെ ഓരോ കല്ലിൽ കൊത്തി വെച്ചേക്കണതാണെന്ന് അവിടെ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ഡേ 1 ആഗ്രയിൽ വന്നു. ആഗ്രയിൽ ആദ്യം ആഗ്ര ഫോർട്ട് പോയി. പിന്നെ ഇതാ ഇപ്പോൾ താജ്മഹലിൽ വന്നു. താജ്മഹലിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കണേ. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്താ അറിയില്ല, എന്തോ ഡ്രീമായിട്ട് കൊണ്ടുവന്ന സ്ഥലത്തേക്ക് എത്തിയതിൻ്റെ തോന്നുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ 5:20 സമയം. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനും പുറത്തും കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൂടുതൽ നമ്മുടെ നാട്ടിലെ ആളുകളെക്കാളും കൂടുതൽ വരുന്നത് ഫോറിനേഴ്സാണ് കേട്ടോ. അവരൊക്കെ ഭയങ്കര രസമായിട്ട് ഇത് നോക്കിയിട്ടാണ് ഓരോന്നും അവർ ക്യാപ്ചർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത് കണ്ട് എൻജോയ് ചെയ്യുക. ഇവിടെ വന്ന ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടും ഇതിൻ്റെ ഓരോ ടെക്സ്ചറുകളും കണ്ടും അവർ ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യണം. നമ്മൾ കണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വന്നാൽ തന്നെ അവർ ഭയങ്കരമായിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഒക്കെ കണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെ മാത്രം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നതാകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതിനെ കുറിച്ച് ഓർത്തിട്ട്
ഇത് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ആരും തന്നെ എടുക്കുന്നില്ല. അതാണ് സത്യം. ആരും റെസ്ട്രിക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവിടെ എഴുതി വെച്ചേക്കണ കണ്ടാൽ തന്നെ ആൾക്കാർ എടുക്കണില്ല കേട്ടോ, ഫോട്ടോയും വീഡിയോ ഒന്നും. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയും അവർ നന്നായിട്ട് കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. പിന്നെ കാലയിലൊക്കെ ഈ സാധനമൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ ഷൂ കവറൊക്കെ ഇടിച്ചിട്ട് നമ്മളെ കയറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ ലേറ്റായിട്ടും ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഈ ദിവസമായതുകൊണ്ടാണോ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണോ ഒന്നും അറിയില്ല. അങ്ങനെ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയല്ലേ, അങ്ങനെ ആയിട്ട് പോലും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും ഗൈഡുകളും എന്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ സൗത്ത് ഗേറ്റ് അല്ല വെസ്റ്റ് ഗേറ്റൊക്കെ കേട്ടോ വന്ന്. അത് കറക്റ്റ് ഇതിൻ്റെ എൻട്രൻസ് ആണെന്ന് പറയുന്നത് ആ വഴി നമ്മൾ വന്നത്. ഈ ഗേറ്റ് വഴി നമ്മൾ വന്നത്, നേരെ എൻട്രൻസ് വഴി. അപ്പോൾ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് കുറേ സമയം ഇവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. കുറേ സമയം ഇങ്ങനെ നിന്ന് എൻജോയ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും ഉള്ളിൽ നിന്ന് എല്ലാവരും കണ്ട് തിരിച്ചിറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ വന്നിട്ട് എല്ലാവരും വീട്ടിലുള്ളവരും ഒക്കെ വീഡിയോ കോൾ വിളിച്ചിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മ ഡൽഹിയിൽ പഠിച്ചതാണ്, പക്ഷെ എന്നാലും അമ്മ ഇത് വന്ന് കാണുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അന്ന് മുതലേ ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു താജ്മഹൽ വന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതും നടന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളൊരു റിയലൈസേഷൻ ശരിക്കും വന്നിട്ടില്ല. നമ്മളിവിടെ വന്ന് ഇത് കണ്ടു, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നേ, ഒന്നും നമുക്കതൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല. സമയം എടുക്കും. എന്തായാലും ബാക്കി എന്തായാലും വരണതൊക്കെ കാണിച്ചു. चलने का रास्ता ही उतरने का। I got this from 20 rupees. എത്ര രൂപ പറഞ്ഞിട്ട്? They said for this 200 rupees. I said them give it 10 rupees. I will take. Give it 10 rupees. പറഞ്ഞോ. നമ്മൾ ഉച്ചക്കല്ലേ, ഉച്ചയ്ക്ക് ഇവിടെ എത്തി, ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചിട്ട് നേരെ ആഗ്ര ഫോർട്ട് പോയി. ആഗ്ര ഫോർട്ട് ഫുള്ള് കറങ്ങി വെയിലൊക്കെ കൊണ്ട് വാടി. അതിനുശേഷം താജ്മഹൽ പോയി. താജ്മഹൽ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ആളും ബഹളം കൊണ്ടിട്ട് കാല് കുത്താൻ സമയത്ത്, കാല് കുത്താൻ സ്ഥലമില്ല. അപ്പൊ പിന്നെ കൈകുത്തി ഞാൻ നിന്നേരാം. അവിടുന്ന് പിന്നെ ഒരു വിധത്തിൽ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ ആ ഹോട്ടലിലേക്ക് വന്നു. ഇനി ഡിന്നർ കഴിക്കണം. പിന്നെ ഒരു പബ്ബിലൊരു ഡാൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കിടന്നു. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഡൽഹിയിലെ ബക്ലാവ. 2004 റോസ് പെറ്റൽസ്. അത് നല്ല രസമുണ്ട്. പക്ഷെ ഇത് കാണാൻ ഇതൊക്കെ മാംഗോ ബർഫി. കസ്ത കച്ചോരി. ഗൈസ് ഇപ്പം നമ്മൾ കാണുന്ന റസ്മലായി റസ്ഗുള, പിന്നെ വേറെ എന്തോ ഒരു മലായി എന്തോ രസഗുള, മലായി റസ്ഗുള, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. റബ്രി റസ്മലായി. ഇത് നമ്മുടെ എല്ലാം. അത് മലായി രസഗുള. അറിയില്ലേ, നമുക്കറിയാലോ.
ഇതാ ഡ്രസ്സിലായി കഴിഞ്ഞപ്പോൾ സാധനം തന്നെയാണ് പറയാം. ആണ് നല്ല ടേസ്റ്റ് ഇനി എന്നാ ടേസ്റ്റ് നോക്കാൻ നിങ്ങൾക്ക് കിട്ടാത്ത രസമലായി വേണോ? ചിന്നു രസമലായി കഴിച്ചില്ലല്ലോ. കഴിച്ചു. ഓ യെസ്. ഇല്ല കഴിഞ്ഞു നമുക്കൊരിപ്പോൾ 1500 ബഡ്ജറ്റുള്ളതാണെങ്കിൽ എടുത്തിട്ട് പോയാൽ ഇതിന് ഒരെണ്ണത്തിന് എത്രയാ? 2082. ഈ ഒരു പെട്ടി സ്വീറ്റ്സിന് കേട്ടോ. ഇത്രയും നട്ട്സിന് 1743 ആയിരിക്കും. ഇത്രയും സ്വീറ്റ്സിന് ചോക്ലേറ്റ് ആണ് ഫുള്ള് 976. ഒരു കിച്ചൺ ഉണ്ട് 1435. ഇതിലിതാ ജ്യൂസ്, ട്രഫിൾസ്, പിന്നെ ബേൽപൂരിൻ്റെ ഡ്രൈഡ്, ലോട്ടി ചോക്കപ്പൈ, അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ തന്നെയുള്ള ഈ എന്താ സ്വീറ്റ്സ് ഷോപ്പാട്ടത് ബിക്കാനർ വാല. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്വീറ്റ്സൊക്കെ കണ്ടത്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, ഫുഡും സ്വീറ്റ്സും അല്ലാത്ത ഐറ്റംസ് എല്ലാം കിട്ടും. ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. എന്നിട്ട് ഇപ്പോൾ പോവാ. നമ്മളിപ്പോൾ എങ്ങടെ പോണേ? നമ്മൾ മുകളിൽ ഫുഡ് ഉണ്ടെന്നാണ്, പക്ഷെ ഇപ്പൊ DJ നടക്കാം. അപ്പോൾ നമ്മൾ DJക്ക് പോവാണ്. ഞാനൊക്കെ ഡ്രസ്സ് മാറി വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ താജ്മഹലും ആഗ്രയൊക്കെ കണ്ട വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടേ. അപ്പോൾ അന്ന് നൈറ്റ് തന്നെ അവിടുത്തെ പബ്ബിൽ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം, ഈ പോകുന്ന സ്ഥലത്തൊന്നും റേഞ്ചില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്ലോഡ് ആവാൻ കുറേ സമയം എടുക്കുന്നത്. രാവിലെ അപ്ലോഡ് ആക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും അപ്ലോഡ് ആവുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. അപ്പോൾ കുറേ വീഡിയോ അപ്ലോഡാക്കാൻ കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് മണാലിയിലാണ് കേട്ടോ. അപ്പം പഞ്ചാബൊക്കെ കഴിഞ്ഞ് മണാലിയിലെത്തി. എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ട് നമ്മൾ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഡൽഹിക്ക് പോകുന്നായിരുന്നു. പിന്നത്തെ കാര്യം ഡൽഹിയിലായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കണ്ടൻ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്, താജ്മഹലും ആഗ്ര ഫോർട്ടും. അപ്പം പലപ്പോഴും ഈ ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടിയിട്ടും അവസരം കിട്ടിയില്ല. കാരണം നൈറ്റ് സ്റ്റേ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നൈറ്റ് ജേർണി ആയിരുന്നു അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരം നമുക്ക് ബാക്ക് ഡ്രോ എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ സ്ഥലത്തൊക്കെ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഇരുന്നത്, റൂമിലെത്തി ഒന്ന് റെഡി ആയത്. അപ്പോൾ ഇപ്പം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞു, 4:30 ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ റെഡി ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ മാക്സിമം പറ്റുന്നത്ര വേഗത്തിൽ ഇടാം. കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ മണാലി എത്തി, ഇനി നാളെ കസോളൊക്കെ പോവും. അപ്പോൾ അവിടെയൊക്കെ തീരെ റേഞ്ചില്ല. അപ്പം പറ്റുന്നത്ര മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം.
ഓക്കെ ബൈ.